ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം പിതാവിനെ വരെ കത്തിയെടുത്ത് കുത്താൻ ശ്രമിച്ചയാളാണ് പാലക്കാട് ഒറ്റപ്പാലത്തെ മുഹമ്മദ് സ്വാലിഹ്. കഞ്ചാവ് വാങ്ങാൻ ബൈക്കുകൾ മോഷ്ടിച്ച ഒടുവിൽ ജയിലിലായതോടെ ലഹരിയോട് ഗുഡ് ബൈ പറഞ്ഞു. ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയാണ് മുഹമ്മദ് സ്വാലിഹ്. പാലക്കാട് നിന്ന് സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്. ഒരു കാലത്ത് കഞ്ചാവിന് അടിമയായിരുന്ന യുവാവ് ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് സ്വാലിഹ് 9ാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യമായി കഞ്ചാവ് ഉപയോഗിക്കുന്നത്. പിന്നീട് അതിന് അടിമയായി കഞ്ചാവ് ലഭിക്കാതെ വന്നതോടുകൂടി വയലൻ്റ് ആകുന്നു, മാതാപിതാക്കളെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എല്ലാം നിർത്തി ഇപ്പോൾ കഞ്ചാവിനും ലഹരിക്കും അടിമയായവരെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റി അവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നൊരു യുവാവ്. അതാണ് ഇപ്പോൾ മുഹമ്മദ് സ്വാലിഹ്. എന്തായിരുന്നു താങ്കൾ? ഏറ്റവും കൂടുതൽ കഞ്ചാവും MDMA-ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ സുഹൃത്തുക്കളെ കാര്യങ്ങളും കൂടി ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ആ 12 പേരും കൂടി ബൈക്ക് മോഷണം തുടങ്ങി. ആ ബൈക്ക് മോഷണം, കഞ്ചാവ് ഉപയോഗം എല്ലാം കൂടെ അവസാനം എൻ്റെ ഉപ്പാനെ ആക്രമിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരെ എത്തിച്ചു. കാരണം എൻ്റെ ഉപ്പ ഒരു ദിവസം അതുപോലെ തന്നെ തമാശയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ നേരേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് എൻ്റെ ഉപ്പാൻ്റെ കഴുത്തിന് നേരെ ചെന്ന് കൊടുത്തു. അന്ന് രക്ഷിതാക്കളെല്ലാവരും പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കഞ്ചാവ് പോലത്തെ മിക്ക ഡ്രഗ്സുകളും കഞ്ചാവിൽ ഒരു തരം നമ്മളെ വീട്ടിൽ എലിനൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷം ഉണ്ടല്ലോ, എലിവിഷം. ആ എലിവിഷം പോലത്തെ, കാരണം കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കഞ്ചാവ് പോലത്തതിൽ എലിവിഷം നല്ല രൂപത്തിൽ ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. പിടിയിലതിന് ശേഷമാണ് അത് നിർത്തുന്നത്. എങ്ങനെയാണ് അത് ഞങ്ങൾ ജയിലിൽ വെച്ചിട്ടാണ് നിർത്തുന്നത്. ഞങ്ങൾ 12 പേരും കൂടെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ വീട്ടുകാരെ ആക്രമിച്ചു, എൻ്റെ സുഹൃത്തുക്കളെ നല്ല രൂപത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആകെപ്പുറം വയലൻ്റ് ആയിരുന്നു. ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ എന്താ മാർഗം? തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയാത്തൊരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങളന്ന് 12 പേരും ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഒന്ന്, നമ്മുടെ സുഹൃത്തുക്കൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധം അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഇതിലിപ്പോൾ ഈ സംഘത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു രക്ഷ നടന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഉണ്ടോ, ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് നേരെ ഇപ്പോൾ ഒരു 3 തവണ ഞാൻ വെജിറ്റബിളിൻ്റെ ചെറിയൊരു സംരംഭം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. എന്നിട്ട് ആ സമയത്ത് രാത്രിക്ക് എനിക്ക് വണ്ടി കൊണ്ട് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 തവണത്തെ എൻ്റെ വണ്ടികൾക്ക് നേരെ പിന്നാലെ വരെയും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അതുപോലെ തന്നെ ഒരു തവണ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞു. അന്ന് പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് സംസാരിക്കാൻ ഒരാളുണ്ടാവാൻ പാടില്ല. മുഹമ്മദ് സ്വാലിഹ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം മുഖേന 45ഓളം പേർ ഈ ലഹരി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. പാലക്കാട് നിന്നും രാജീവിനൊപ്പം സമീർ ബിൻ കരീം, 24.